ഡിസംബർ 8 മുതൽ 12 വരെയുള്ള തീയതികളിൽ ഓഹരി വിപണിയുടെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച വീഡിയോ ആണ് ഫോക്കസ് ഓൺ ഫൈനാൻസ് അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് 3 ഭാഗങ്ങളാണുള്ളത്. ആദ്യ ഭാഗത്ത് വിപണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അവലോകനം ചെയ്യുന്നു. രണ്ടാം ഭാഗത്ത് സമീപ ദിവസങ്ങളിലെ സാധ്യതകളും അതുപോലെ തന്നെ ഓഹരി വില സൂചികകളുടെ അനുമാനവുമാണ് പ്രതിപാദിക്കുന്നത്. മൂന്നാം ഭാഗത്ത് നിക്ഷേപകർക്ക് പ്രയോജനകരമായ ചില തീയതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം വിപണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിക്കാം. ഏത് രാജ്യത്തെ സംബന്ധിച്ചും ആ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. പ്രത്യേകിച്ചും ആ രാജ്യത്തിന് വലിയ അളവിൽ വളർച്ച നേടാൻ കഴിഞ്ഞാൽ തീർച്ചയായും അത് ആ രാജ്യത്തെ വിപണി വലിയ തോതിൽ തന്നെ ആഘോഷിക്കും. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ ആഴ്ച ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 18 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലവാരമായ 8.2% എത്തിയെങ്കിലും അത് ആഘോഷിക്കാൻ നമ്മുടെ വിപണികൾക്ക് സാധ്യമായില്ല. അതിന് പ്രധാനമായ ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന്, വിദേശ ധനസ്ഥാപനങ്ങളിൽ നിന്നുള്ള വലിയ അളവിൽ അവ നടത്തിയ ഓഹരി വിൽപ്പനയാണ്. ഡിസംബറിലെ ആദ്യത്തെ 4 ദിവസത്തിനുള്ളിൽ തന്നെ വിദേശ ധനസ്ഥാപനങ്ങൾ 13,121 കോടി രൂപയുടെ ഓഹരികളാണ് ഇന്ത്യൻ വിപണിയിൽ നിന്ന് വിറ്റുമാറിയത്. നവംബർ മാസത്തിൽ ആകെ വിറ്റഴിച്ചത് 3,765 കോടി രൂപയുടെ ഓഹരികൾ മാത്രമാണ്. ആ സ്ഥാനത്താണ് വെറും 4 ദിവസം കൊണ്ട് 13,121 കോടി രൂപയുടെ ഓഹരികൾ വിറ്റുമാറാൻ വിദേശ ധനസ്ഥാപനങ്ങൾ മുന്നോട്ട് വന്നത്. ഇത് വലിയ തോതിൽ തന്നെ വിപണിയെ ബാധിക്കുകയുണ്ടായി. അതിന്റെ ഫലമായി നിക്ഷേപകർക്ക് വലിയ നിരാശ അനുഭവപ്പെടുകയും ചെയ്തു. ഇതിനു പുറമെ മറ്റൊരു കാര്യം കൂടി വിദേശ ധനസ്ഥാപനങ്ങൾ പരിഗണിച്ചിരുന്നു. അതിലൊന്ന്, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ അനന്തമായി നീണ്ടുപോകുന്നു എന്നതാണത്. ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കും എന്നാണ് വിദേശ ധനസ്ഥാപനങ്ങൾ അനുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കരാർ നീണ്ടുപോകുന്നത് അല്ലെങ്കിൽ വല്ലാതെ താമസിക്കുന്നതിൽ അവർക്ക് ആശങ്കയുണ്ട്. നേരത്തെ FII സെല്ലിങ്ങിന് ഒരു കാരണമായി സൂചിപ്പിച്ചപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അതായത് എല്ലാ ഡിസംബറുകളിലും പൊതുവെ വിദേശ ധനസ്ഥാപനങ്ങൾ എല്ലാ വിപണികളിലുമുള്ള അവരുടെ പോർട്ട്ഫോളിയോ ഒന്ന് റീപൊസിഷൻ ചെയ്യാറുണ്ട്, പുനഃക്രമീകരിക്കാറുണ്ട്. അങ്ങനെ ഒരു പുനഃക്രമീകരണം ഇന്ത്യൻ വിപണിയിലും കഴിഞ്ഞയാഴ്ച നടന്നു. അതും വിദേശ ധനസ്ഥാപനങ്ങളുടെ വിൽപ്പനയെ സാരമായി സഹായിച്ചിട്ടുണ്ടാകും. വിപണിയെ ബാധിച്ച മറ്റൊരു ഘടകം എന്ന് പറയുന്നത് രൂപയുടെ വലിയ അളവിലുള്ള മൂല്യ തകർച്ചയായിരുന്നു. US ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ നില വളരെ മോശമാകുന്നതാണ് കണ്ടത്. റെക്കോർഡ് നിലവാരത്തിലേക്ക്, അതായത് 90 രൂപ 42 പൈസ എന്ന റെക്കോർഡ് നിലവാരത്തിലേക്ക് രൂപയുടെ വില ഇടിയുന്നതാണ് കണ്ടത്. ഇതിന് ഒരു കാരണം വിദേശ ധനസ്ഥാപനങ്ങളുടെ വിൽപ്പന തന്നെയായിരുന്നു. അവ വലിയ അളവിൽ ഓഹരികൾ വിറ്റഴിച്ചപ്പോൾ സ്വാഭാവികമായും ഡോളറിന് വില ഏറുകയും രൂപയ്ക്ക് വില ഇടുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച വിപണിയെ പ്രതികൂലമായി ബാധിച്ച മറ്റൊരു ഘടകം US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ ചെയർമാൻ ജെറോം പവൽ പാലിച്ച മൗനമാണ്. അത് എന്താണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവ് ഇതാണ്. പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും വ്യവസായ പ്രമുഖനും അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന ജോർജ് ഷൂൾസിന്റെ സ്മരണാർത്ഥം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ആ പ്രഭാഷണത്തിന് ക്ഷണിക്കപ്പെട്ടത് ജെറോം പവലാണ്. ജെറോം പവൽ ആ പ്രഭാഷണത്തിൽ, ഷൂൾസ് സ്മാരക പ്രഭാഷണത്തിൽ, മോണിറ്ററി പോളിസി സംബന്ധിച്ച് എന്തെങ്കിലും പരാമർശം നടത്തുമെന്ന് വിപണി പ്രതീക്ഷിച്ചിരുന്നു. ഡിസംബർ 9, 10 തീയതികളിൽ ഫെഡറൽ റിസർവിന്റെ ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി FOMC യോഗം ചേരുന്നുണ്ട്. ഈ യോഗമാണ് പലിശ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ പലിശ സംബന്ധമായ തീരുമാനത്തെ പറ്റി എന്തെങ്കിലും പവലിന്റെ നാവിൽ നിന്നുണ്ടാകും എന്ന് ആഗോള വിപണികൾക്കൊപ്പം ഇന്ത്യൻ വിപണിയും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പവൽ അക്കാര്യത്തിൽ തീർത്തും മൗനം അവലംബിക്കുകയാണ് ചെയ്തത്. അതിന് പവലിന്റെ ഒരു ന്യായം ഉണ്ടായിരുന്നു. കാരണം FOMC മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് മുന്നോടിയായുള്ള ഏതാനും ദിവസങ്ങളിൽ ബ്ലാക്ക് ഔട്ട് പീരീഡാണ്. ആ സമയത്ത് എന്തെങ്കിലും പരാമർശം നടത്തുന്നത്, അതായത് വിപണിയെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും പരാമർശം നടത്തുന്നത് വിലക്കുണ്ട്.
അതുകൊണ്ടാണ് പവൽ മൗനം പാലിച്ചത്. എന്നാൽ ഈ മൗനം വിപണികൾക്ക് വലിയ ദോഷം ചെയ്തു. മറ്റൊന്ന്, കഴിഞ്ഞ ആഴ്ച വിപണിയിലുണ്ടായ IPO ഡിമാൻഡാണ്. 1/2 ഡസനിലേറെ കമ്പനികളാണ് ഓഹരികളുടെ ആദ്യ പൊതുവിൽപ്പനയ്ക്കായി വിപണിയെ സമീപിച്ചത്. ഇതിന്റെ ഫലമായി ഏതാണ്ട് 7,000-ഓളം കോടി രൂപ ദ്വിതീയ വിപണിയിൽ നിന്ന് പിൻവലിക്കപ്പെട്ടു. ഒട്ടേറെ നിക്ഷേപകർ അവരുടെ കൈവശമുള്ള ഓഹരികൾ നിസാര ലാഭത്തിന് പോലും വിറ്റഴിച്ചിട്ട് ഈ IPOകൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി ചെലവിടുകയുണ്ടായി. ഇവരെല്ലാം അങ്ങനെ ചെയ്തതിനൊരു കാരണമുണ്ട്. ലിസ്റ്റിംഗ് സമയത്ത് വലിയ നേട്ടം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ഏതാണ്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് പോലെയുള്ള ഒരു ഭാഗ്യ പരീക്ഷണമായിരുന്നു അത്. എങ്കിലും അതിന് ആളുകൾ ധാരാളം ഉണ്ടായി. തന്മൂലം ദ്വിതീയ വിപണിയിൽ നിന്ന്, സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് വലിയ തോതിൽ പണം പിൻവലിക്കപ്പെട്ടു. ഇത് വിപണിയിൽ വലിയ തോതിലുള്ള വിൽപ്പന സമ്മർദ്ദത്തിന് ഇടയാക്കി. ഇതിനു പുറമെ കഴിഞ്ഞ ആഴ്ച വിപണിയെ ബാധിച്ച മറ്റൊരു ഘടകം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി ക്രെംലിനിൽ എത്തിയിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മറ്റും വളരെ നേരം ചർച്ചകൾ നടത്തിയെങ്കിലും ആ ചർച്ചകളിലൊന്നും യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഒരു പുരോഗതിയും ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാകുമെന്ന് വിപണികൾ പൊതുവെ പ്രതീക്ഷിച്ചിരുന്നു. ഒരു പുരോഗതിയും ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിൽ മറ്റു വിപണികൾക്കൊപ്പം ഇന്ത്യൻ വിപണിക്കും നിരാശ നേരിടേണ്ടി വന്നു. വിപണിക്ക് പ്രതികൂലമായി സംഭവിച്ച മറ്റൊന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ നേരിയ ഉയർച്ചയാണ്. ആ ഉയർച്ച തുടർന്നേക്കുമെന്ന് വിപണി ഭയന്നു. അതിന്റെ ഫലമായും വിൽപ്പന സമ്മർദ്ദം വിപണിയിൽ അനുഭവപ്പെടുകയുണ്ടായി. ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് വിപണിയെ സ്വാധീനിക്കാനിടയുള്ള ഘടകങ്ങൾ എന്ന് പരിശോധിക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം പലിശ നിരക്കുകളിൽ 0.25% ഇളവ് അനുവദിക്കുകയുണ്ടായി. ഇതോടെ പലിശ നിരക്ക് 5.25, അതായത് 5.25% താഴ്ന്നിരിക്കുകയാണ്. അടുത്ത കാലത്തൊന്നും ഇനിയും പലിശ നിരക്കുകൾ ഇതിലും കുറയാൻ ഒരു സാധ്യതയും നിരീക്ഷകർ കാണുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതിക്ക് ലഭ്യമാകുന്ന ഏറ്റവും കുറഞ്ഞ പലിശ നിലവാരമാണിത്. ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ 1.25% കുറവ് പലിശ നിരക്കിൽ വരുത്താൻ റിസർവ് ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ കുറവ് കൂടി വന്നതോടെ ബാങ്ക് നിക്ഷേപങ്ങൾ, പ്രത്യേകിച്ചും FD ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ വലിയ തോതിൽ പിൻവലിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പലിശ ഒട്ടും ആദായകരമല്ലാത്തതിനാൽ പലരും നിക്ഷേപം പിൻവലിച്ച് അത് ഓഹരി വിപണിയിൽ മുടക്കാൻ തയ്യാറായേക്കും എന്നാണ് പല നിരീക്ഷകരും അനുമാനിക്കുന്നത്. അത് എന്തായാലും വിപണിക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യമായിരിക്കും സംജാതമാക്കുക. വിപണിയെ സ്വാധീനിക്കാനിടയുള്ള മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ US ഫെഡറൽ റിസർവിന്റെ പലിശ സംബന്ധിച്ച തീരുമാനമായിരിക്കും. പലിശ നിരക്ക് 0.25% കുറയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ബഹുഭൂരിപക്ഷം സാമ്പത്തിക ശാസ്ത്രജ്ഞരും നിരീക്ഷകരും കരുതുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് FOMC തയ്യാറാകില്ല എന്ന് കരുതുന്ന കുറച്ചു പേരുമുണ്ട്. അമേരിക്കയിലെ ലേബർ മാർക്കറ്റ് ദുർബലമായിരിക്കുന്ന സാഹചര്യത്തിൽ പലിശ ഇളവിന് തന്നെയാണ് മുൻതൂക്കം എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ഏറെ. എന്തായാലും പലിശ നിരക്കിൽ എന്തെങ്കിലും കുറവ് വരികയാണെങ്കിൽ അതിന്റെ പ്രയോജനം ഇന്ത്യയെ പോലുള്ള വികസന വിപണികൾക്കായിരിക്കും. കാരണം വലിയ അളവിൽ വിദേശ ധനസ്ഥാപനങ്ങൾ ഈ വികസന വിപണികളിലേക്ക് പണം ഒഴുക്കും. ഇന്ത്യക്ക് അതിൻ്റെതായ വലിയ നേട്ടം പ്രതീക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. മറ്റൊരു ഘടകം വിപണിയെ സ്വാധീനിക്കാൻ ഇടയുള്ളത് ബ്രന്റ് ക്രൂഡിന്റെ വിലയാണ്. ബ്രന്റ് ക്രൂഡിന് അവധി വിപണിയിൽ ദുർബലമായ ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം കാണപ്പെട്ടത്. ഈ ദുർബലാവസ്ഥ തുടരുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡിന്റെ വില കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ബ്രന്റ് ക്രൂഡിന്റെ വില കുറയുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് വളരെ അനുകൂലമായ അവസ്ഥയായിരിക്കും സമ്മാനിക്കുക. അതിന് മറ്റൊരു ഇറക്കുമതി ചെലവ് കുറവുണ്ടാകുമെന്ന് മാത്രമല്ല, രൂപ കൂടുതൽ കരുത്ത് നേടുന്നതിന് അത് സഹായകമാകുകയും ചെയ്യും. വിപണിയെ സ്വാധീനിക്കാൻ ഇടയുള്ള മറ്റൊന്ന്, രൂപയ്ക്ക് അല്പം കൂടി നില മെച്ചപ്പെടുത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ്. കഴിഞ്ഞ ആഴ്ച റെക്കോർഡ് നിലവാരത്തിലേക്ക്, അതായത് 90 രൂപ 42 നിലവാരത്തിലേക്ക് ആണ് വിനിമയ നിരക്ക് പോയത്. അത് 89 രൂപ 69 പൈസ നിലവാരത്തിലേക്ക് പിന്നീട് മെച്ചപ്പെട്ടു എന്നത് ശരിയാണ്. അതിന് കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വലിയ തോതിൽ നടത്തിയ ഇടപെടലാണ്. പബ്ലിക് സെക്ടറിലെ ബാങ്കുകളിലെ കൊണ്ട് റിസർവ് ബാങ്ക് വലിയ തോതിൽ
ഡോളർ വിറ്റഴിപ്പിച്ചു. ഇതിന്റെ ഫലമായാണ് കുറച്ചെങ്കിലും രൂപയുടെ മൂല്യശോഷണം പിടിച്ചു നിർത്താൻ കഴിഞ്ഞത്. എന്നാൽ അതൊരു താൽക്കാലികമായ ഒരു നടപടി മാത്രമായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം നിരന്തരമായി അങ്ങനെ ഡോളർ വിൽപ്പന സാധ്യമാവില്ല. എങ്കിലും അത് തൽക്കാലത്തേക്ക് വിജയകരമായെന്നാണ് കരുതാവുന്നത്. ഒരു വർഷം രൂപയുടെ മൂല്യത്തിൽ 3 മുതൽ 3.5% വരെ ഇടിവുണ്ടായാലും ഭയാശങ്കകൾക്ക് കാര്യമില്ലെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സഞ്ജയ് മൽഹോത്ര ഏതാനും ദിവസം മുമ്പ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വാർഷിക ഇടിവാകട്ടെ ഏതാണ്ട് 5% ആയിരിക്കുന്നു. അതുകൊണ്ടുള്ള ഭയാശങ്കകൾ വിപണിയിൽ ഉണ്ടാകാം. എന്നാൽ ഭയാശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് ചൂണ്ടിക്കാണിക്കുന്ന നിരീക്ഷകരുണ്ട്. അതിന് കാരണം ഇന്ത്യയുടെ പക്കലുള്ള വിദേശ നാണ്യ ശേഖരത്തിന്റെ അളവാണ്. 68,000 കോടി രൂപയ്ക്ക് തുല്യമായ വിദേശ നാണ്യ ശേഖരം ഇന്ത്യയുടെ കൈവശമുണ്ട്. ആഗോള തലത്തിൽ എന്തൊക്കെ അനിശ്ചിതത്വം ഉണ്ടായാലും ഇന്ത്യയുടെ ഇറക്കുമതി ആവശ്യങ്ങൾക്ക് കുറഞ്ഞത് 11 മാസത്തേക്കെങ്കിലും ഈ തുക തികയുമെന്നും നിരീക്ഷകർ കണക്കാക്കുന്നു. അതുകൊണ്ട് വിദേശ നാണ്യ ശേഖരം ഇത്ര ഭീമമായ നിലയിൽ ഉള്ളതിനാൽ രൂപയുടെ വിലയിടിവിനെ പറ്റി അതിരുകടന്ന ആശങ്ക ആവശ്യമില്ലെന്നാണ് നിരീക്ഷകരുടെ പക്ഷം. അതിനാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സാമ്പത്തിക വളർച്ചയ്ക്ക് ഊന്നൽ നൽകുന്ന നടപടികളുമായി മുന്നോട്ടു പോകാൻ കഴിയുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. ഇത് വിപണിക്ക് അനുകൂലമായ ഒരു ഘടകമാണ്. ഇതിനൊക്കെ പുറമെ വിപണിക്ക് അനുകൂലമായ മറ്റൊരു ഘടകം ഡൊമസ്റ്റിക് ലിക്വിഡിറ്റിയാണ്. അതായത് ആഭ്യന്തര തലത്തിലുള്ള പണലഭ്യത. ഇന്ത്യയിലെ ധനസ്ഥാപനങ്ങൾ പ്രതിമാസം ഏതാണ്ട് 60,000 കോടിയോളം രൂപ വിപണിയിലേക്ക് ചെലവിടുന്നുണ്ട്. ഇത്രയും തുക വിപണിയിൽ ചെലവിടുന്നത് മൂലമാണ് വിദേശ ധനസ്ഥാപനങ്ങളുടെ വിൽപ്പനയിൽ നിന്നുള്ള ആഘാതം വലിയ അളവിൽ അനുഭവിക്കാൻ ഇടവരാത്തത്. മ്യൂച്വൽ ഫണ്ടുകളുടെ പക്കലും വലിയ അളവിൽ തന്നെ, അതായത് കോടിക്കണക്കിന് രൂപ തന്നെ ഉണ്ട്. അതും സമീപ ആഴ്ചകളിൽ ഓഹരി വിപണിയിലേക്ക് പ്രവഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ച വിപണിക്ക് വലിയ ദോഷം ചെയ്തത് IPO വിപണിയിലെ ആവേശമാണെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. എന്നാൽ ഈ ആഴ്ച, അതായത് വരുന്ന ആഴ്ച IPOകളുടെ എണ്ണം 2 മാത്രമാണ്. കൊറോണ റെമഡീസ്, വേക്ക്ഫിറ്റ് ഇന്നോവേഷൻസ് എന്നീ 2 കമ്പനികൾ മാത്രമാണ് സമീപ ദിവസങ്ങളിൽ IPO വിപണിയിൽ എത്തുന്നത്. ഈ 2 കമ്പനികളും കൂടി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നതാകട്ടെ വെറും 945 കോടി രൂപ മാത്രമാണ്. കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് 7,000 കോടിയോളം രൂപ സമാഹരിക്കപ്പെട്ട സ്ഥാനത്താണ് ഈ ആഴ്ച വെറും 945 കോടി രൂപയുടെ സമാഹരണ ലക്ഷ്യവുമായി 2 കമ്പനികൾ എത്തുന്നത്. അതിനാൽ IPO മൂലമുള്ള ആഘാതം എന്തായാലും ഈ ദിവസങ്ങളിൽ വിപണിക്ക് അനുഭവപ്പെടുകയില്ലെന്ന് ഉറപ്പാക്കാം. മറ്റൊന്ന്, കഴിഞ്ഞ ആഴ്ചയുടെ അവസാനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും തമ്മിൽ നടന്ന ഉച്ചകോടിയാണ്. ആ ഉച്ചകോടിയിൽ പല കരാറുകളും ഒപ്പുവയ്ക്കപ്പെട്ടു. പ്രത്യേകിച്ചും ഫുഡ് സേഫ്റ്റി, ഷിപ്പിംഗ്, മെഡിക്കൽ സയൻസസ്, ഫെർട്ടിലൈസേഴ്സ് തുടങ്ങി വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട ധാരണാപത്രങ്ങളിലാണ് ഒപ്പുവയ്ക്കപ്പെട്ടത്. ഇതെല്ലാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ വലിയ നേട്ടം ഉണ്ടാക്കുന്നതാണ്. അതിനാൽ അത് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് വരും ദിവസങ്ങളിൽ വിപണിയിൽ അതിന്റെ ഒരു ആശ്വാസം പ്രതിഫലിക്കുന്നതാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനൊക്കെ പുറമെ ഇടതടവില്ലാതെ, അതായത് ഒരു തടസ്സവുമില്ലാതെ ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ ലഭ്യമാക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റ് സമ്മതിച്ചിട്ടുമുണ്ട്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കാൻ പ്രത്യേകിച്ച് സാധ്യതയൊന്നും ഇപ്പോൾ കാണുന്നില്ലെങ്കിലും ഈ മേഖലയിൽ സമാധാനം പുലരേണ്ടതിന്റെ ആവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പുടിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇപ്പോൾ വളരെ വലിയ വിശ്വസ്ത സുഹൃത്താണ്. ആ നിലയ്ക്ക് ഇന്ത്യയുടെ നിർദ്ദേശം അല്ലെങ്കിൽ ഇന്ത്യയുടെ അഭിപ്രായം, അതിനോട് പുടിൻ വളരെ പോസിറ്റീവായാണ് പ്രതികരിച്ചത്. ഇതും വിപണിക്ക് ആശ്വാസകരമായ ഒരു ഘടകമാണ്. ഇനി സമീപ ദിവസങ്ങളിൽ നിഫ്റ്റിക്ക് ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ആഴ്ച ഓഹരി വില സൂചികകൾ റെക്കോർഡ് നിലവാരത്തിലെത്തി. അങ്ങനെ റെക്കോർഡ് നിലവാരത്തിൽ എത്തിയ സാഹചര്യത്തിൽ ഇനി മിഡ് ക്യാപ് ഓഹരികളിലും സ്മോൾ ക്യാപ് ഓഹരികളിലും ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഫോക്കസ് ഓൺ ഫൈനാൻസ് കഴിഞ്ഞ പ്രീവ്യൂവിൽ അഭിപ്രായപ്പെട്ടിരുന്നു. അതിനൊരു കാരണവും ഉണ്ടായിരുന്നു. വിപണി റെക്കോർഡ് നിലവാരത്തിൽ എത്തിയതിന് പ്രധാന കാരണം ലാർജ് ക്യാപ് ഓഹരികളാണ്. ലാർജ് ക്യാപ് ഓഹരികളുടെ ബലത്തിൽ വിപണി റെക്കോർഡ് നിലവാരത്തിൽ എത്തിയ സ്ഥിതിക്ക്
നിക്ഷേപകർക്ക് വിപണിയിൽ വിശ്വാസം വർദ്ധിച്ചിരിക്കുന്നതിനാൽ സ്വാഭാവികമായും മിഡ് ക്യാപ് ഓഹരികളിലേക്കും സ്മോൾ ക്യാപ് ഓഹരികളിലേക്കും താല്പര്യം വ്യാപിക്കും എന്നാണ് ഫോക്കസ് ഓൺ ഫൈനാൻസ് അനുമാനിച്ചത്. നിർഭാഗ്യവശാൽ ആ അനുമാനം ശരിയായിരുന്നില്ല. അതിന് ഒരു കാരണം ഉണ്ടായിരുന്നു, ഒരു കാരണമല്ല, രണ്ട് കാരണം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ഒന്ന്, രൂപയ്ക്കുണ്ടായ വലിയ വിലത്തകർച്ചയാണ്. മറ്റൊന്ന്, IPO വിപണിയിൽ ഉണ്ടായ വലിയ ആവേശവും. ഇത് രണ്ടുമാണ് കഴിഞ്ഞ ആഴ്ച മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾക്ക് വിനയായതെന്ന് പറയാം. എന്തൊക്കെയായാലും വില സൂചികകൾ വളരെ നല്ല നിലവാരത്തിൽ തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് വിപണിക്ക് കരുത്ത് കാര്യമായി ചോർന്നിട്ടില്ല എന്ന് തന്നെയാണ്. അതിനാൽ സമീപ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കൂടി സമീപ ആഴ്ചകളിലെങ്കിലും മിഡ് ക്യാപ് ഓഹരികളിലും സ്മോൾ ക്യാപ് ഓഹരികളിലും ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഫോക്കസ് ഓൺ ഫൈനാൻസിന്റെ വിശ്വാസം. സെൻസെക്സ് അവസാനിച്ചത് 85,712.37 നിലവാരത്തിലാണ്. നിഫ്റ്റി അവസാനിച്ചത് 26,186.45 നിലവാരത്തിൽ. നിഫ്റ്റി ബാങ്കിന്റെ ക്ലോസിംഗ് നിലവാരം 59,777.20 ആയിരുന്നു. ഇത് മൂന്നും സാമാന്യം നല്ല നിലവാരമാണ്. ഈ സാഹചര്യത്തിൽ നിഫ്റ്റിയുടെ പിന്തുണ എത്രയെന്ന് നോക്കാം. 26,000 പോയിന്റിൽ പിന്തുണ ഉണ്ടായിരുന്നെങ്കിലും ആ പിന്തുണ ക്രമേണ നഷ്ടമാകുന്നതാണ് കണ്ടത്. ഇപ്പോഴത്തെ സ്ഥിതിക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ പിന്തുണ അവകാശപ്പെടാവുന്നത് 25,900 പോയിന്റിലാണ്. അതേസമയം വിപണി മുന്നോട്ടാണെങ്കിൽ നേരിട്ടേക്കാവുന്ന പ്രതിരോധം, ആദ്യത്തെ പ്രതിരോധം 26,200 പോയിന്റിലാണ്. എന്നാൽ അത് അത്ര ശക്തമായ നിലവാരമല്ലെന്ന് വേണമെങ്കിൽ സമാധാനിക്കാം. 26,300 ഏറ്റവും ശക്തമായ പ്രതിരോധം നേരിടാവുന്നത്. ഏതായാലും 26,200 മുതൽ 26,300 വരെയുള്ള നിലവാരം പ്രതിരോധത്തിൻ്റെത് ആണ്. നിഫ്റ്റി 26,300 പോയിന്റിന് മുകളിൽ സ്ഥിരത നേടുകയാണെങ്കിൽ മാത്രമേ നിക്ഷേപകർ ലോങ് പൊസിഷന് തയ്യാറാകാവൂ. അതായത് പുതുതായി ഓഹരി വാങ്ങാൻ നിക്ഷേപകർ തയ്യാറാകുന്നത് നിഫ്റ്റി 26,300 പോയിന്റിന് മുകളിൽ സ്ഥിരത നേടിയതിന് ശേഷമായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ നിഫ്റ്റി 25,900 പോയിന്റിന് താഴേക്ക് പോയാൽ അത് വലിയ വീഴ്ചക്കാണ് വിപണിയിൽ അവസരം ഉണ്ടാക്കുക. പിന്നീട് ഒരു 300-400 പോയിന്റിന്റെ എങ്കിലും താഴ്ച പ്രതീക്ഷിക്കേണ്ടി വരും. ഇനി നിക്ഷേപകർക്ക് പ്രയോജനകരമായ ഏതാനും തീയതികൾ പ്രതിപാദിക്കാം. ഡെക്കാൻ ഗോൾഡ് മൈൻസ് എന്ന കമ്പനി അവകാശ ഓഹരികൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ അവകാശ ഓഹരികൾക്കുള്ള അർഹത നിർണയിക്കാൻ December 9 റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിട്ടുള്ളത്. മിസസ് ബെക്ടേഴ്സ് ഫുഡ് സ്പെഷ്യാലിറ്റീസ് 10 രൂപ മുഖവിലയുള്ള ഓഹരികൾ 2 രൂപ മുഖവിലയുള്ളതായി വിഭജിക്കുകയാണ്. ഇതിനുള്ള റെക്കോർഡ് തീയതി December 12. ഭാരത് രസായൻ ലിമിറ്റഡ് 1:1 എന്ന അനുപാതത്തിൽ ബോണസ് ഓഹരി നൽകുന്നു. അതിനു പുറമെ 10 രൂപ മുഖവിലയുള്ള ഓഹരികൾ 5 രൂപ മുഖവിലയുള്ള ഓഹരികളായി വിഭജിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് നടപടികൾക്കുമായി December 12 റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിട്ടുള്ളത്. ഇനി ഈ ആഴ്ചയിലെ IPOകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കൊറോണ റെമഡീസ്, വേക്ക്ഫിറ്റ് ഇന്നോവേഷൻസ് എന്നിവയാണ് IPO വിപണിയിൽ എത്തുന്നത്. ഇവയുടെ രണ്ടിന്റെയും സബ്സ്ക്രിപ്ഷൻ December 8 ആരംഭിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്ന തീയതി December 10.